ഹലോ നമസ്കാരം. ടൈം ആൻഡ് വർക്കിൻ്റെ ആപ്പ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ബേസ്ഡ് ഒരു ചാപ്റ്ററാണ് ടൈം ആൻഡ് വർക്ക്. നമുക്ക് അതിനകത്ത് കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട്, അപ്ലൈ ചെയ്യാൻ ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട്. പക്ഷെ അതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ചാപ്റ്റർ എന്താണ്, ഈ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആവുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ കുറച്ച് ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ ചെയ്യാം. എന്നിട്ട് നമുക്ക് പയ്യെ ഷോർട്ട് കട്ട്സ് അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ടൈം ആൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടൈം ആൻഡ് വർക്കിൻ്റെ കൺസെപ്റ്റ് വൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താണ് ടൈം ആൻഡ് വർക്ക് എന്നുള്ളത്? ഓക്കെ, ഇപ്പോൾ ഒരു ഒരാൾ ഒരു 10 ദിവസം കൊണ്ടൊരു ജോലി ചെയ്യുന്നെന്ന് വിചാരിക്കുക. ഒരാൾ ഒരു 10 ദിവസം കൊണ്ടൊരു ജോലി ചെയ്യുന്നു, 10 ഡേയ്സിൽ. 10 ദിവസം കൊണ്ട് അയാൾ ജോലി കംപ്ലീറ്റ് ചെയ്യുകയാണ്. കറക്റ്റ് അല്ലേ? 10 ദിവസം കൊണ്ട് അയാൾ ജോലി കംപ്ലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു അസംഷൻ നമ്മൾ എപ്പോഴും എടുക്കുന്നുണ്ട്. ടോട്ടൽ വർക്ക് ഇസ് ഈക്വൽ ടു ഓൾവേസ് 1. മൊത്തം നമുക്ക് ചെയ്യാനുള്ള ജോലി എന്താണ്? ഒരു ജോലി. അപ്പം എപ്പോഴും കണക്കിൽ നമുക്ക് തരുമ്പോഴത്തേക്കും ഒരാൾ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്തു, വേറൊരാൾ അതേ ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്തു. അപ്പം ടോട്ടൽ വർക്ക് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരൊറ്റ വർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് 1 ഡേയിൽ അയാൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/10 ആയിരിക്കുമല്ലോ. കറക്റ്റാണ്. 1/10th പാർട്ട് ഓഫ് ദ ജോബ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഇൻ 1 ഡേ. അങ്ങനെയാണല്ലോ. സോ 1/10 ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നു. ഒരു ദിവസം 1/10 ആണ്, അടുത്ത ദിവസം 1/10 ആണ്, 1/10 എക്സെട്രാ 1/10. 10 ദിവസം കൊണ്ട് 10/10 ചെയ്യുമല്ലോ, 1 ജോലി കംപ്ലീറ്റ് ആവുമല്ലോ. ഓക്കെ, 10 ദിവസം കൊണ്ട് 10/10 ചെയ്യും, 1 ജോലി കംപ്ലീറ്റ് ആവും. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് വർക്ക്, ഇപ്പോൾ ഒരാൾ ഒരു ജോലി 30 ദിവസം കൊണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒറ്റ ദിവസം കൊണ്ട് അയാൾ ചെയ്യുന്ന ജോലി എന്താ? 1/30 ആണ്. 50 ദിവസം കൊണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്താ? 1/50 ആണ്. ഓക്കെ, സോ ഈ കൺസെപ്റ്റ് ക്ലിയർ ആണ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, രാം വിൽ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 15 ഡേയ്സ്. രാം എത്ര ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? 15 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. വാട്ട് പാർട്ട് ഓഫ് ദ വർക്ക് വിൽ ഹി ഡു ഇൻ 2 ഡേയ്സ്? അപ്പോൾ ഒരു ദിവസം അയാൾ ചെയ്യുന്ന ജോലി, സിംഗിൾ ഡേയിൽ അയാൾ ചെയ്യുന്ന ജോലി 1/15 ആയിരിക്കും. 2 ദിവസം കൊണ്ട് ചെയ്യുന്നത് 2/15 ആയിരിക്കും. 1/15 പ്ലസ് 1/15 എത്ര പാർട്ട് ഓഫ് ദ വർക്ക് ചെയ്യും? 2/15 പാർട്ട് ഓഫ് ദ വർക്ക് വിൽ ഹി ഡു ഇൻ 2 ഡേയ്സ് എന്നാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റ് പറയാം. അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യുന്നു. എ കംപ്ലീറ്റ്സ് എ ജോബ് in 12 days. A complete a job in 12 days. B completes a job in 24 days. 24 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ in how many days both will complete the job. Handwriting adjust ചെയ്യണേ. In both will complete the job if they are working together. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിക്കാം. എ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? 12 ദിവസം കൊണ്ട് ചെയ്യുന്നു. ബി ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? 24 ദിവസം കൊണ്ട് ചെയ്യുന്നു. അഥവാ അവർ രണ്ടുപേരുടെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ആദ്യത്തെ കേസിൽ രണ്ടുപേരും ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്തത്. അപ്പം എക്ക് 12 ദിവസം മതി, ബിക്ക് 24 ദിവസം വേണം. പക്ഷേ ഇവർ രണ്ടുപേരുടെ ഒരുമിച്ച് ജോലി ചെയ്യുകയാണ്, ഒരുമിച്ച് അതേ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആകുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ 1/, എടുക്കണം. അപ്പം എയുടെ ഒരു ദിവസത്തെ വർക്ക് 1/12 ആണ്. എന്തിനാണ് 1/, എടുക്കുന്നത്? നമുക്ക് ഡേയ്സ് കൂടുന്തോറും എഫിഷ്യൻസി കുറയുക ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു ജോലി 50 ദിവസം കൊണ്ട് ചെയ്യുന്നു, അടുത്ത ആൾ അതേ ജോലി 100 ദിവസം കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 100 ദിവസം കൊണ്ട് ചെയ്യുന്ന ആൾക്ക് എഫിഷ്യൻസി കുറവായിരിക്കുമേ, കാര്യം അയാൾ പയ്യെയാണ് ചെയ്തു പോകുന്നത്. അപ്പം നമുക്ക് എപ്പോഴും എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ, ഓരോരുത്തരും ചെയ്ത ജോലിയുടെ എഫിഷ്യൻസി എത്രയാണെന്ന് അറിയണമെങ്കിൽ അതിനെ ഫ്രാക്ഷൻ ആക്കണം. 1/12 അല്ലെങ്കിൽ 1/24 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആക്കിയാലേ ഒരു ദിവസം ചെയ്യുന്ന ജോലി കിട്ടൂ. ഒരു ദിവസം ചെയ്യുന്ന ജോലി അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അവർ രണ്ടുപേരുടെ എഫിഷ്യൻസിയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ബിയുടെ ഒരു ദിവസത്തെ ജോലി 1/24 ആയിരിക്കുമല്ലോ. എയുടെ ഒരു ദിവസത്തെ ജോലി 1/12 ആണ്. രണ്ടുപേരുടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 1/12 പ്ലസ് 1/24 കംപ്ലീറ്റ് ആവുമല്ലോ. ഫ്രാക്ഷൻ അഡീഷൻ ആണ്.
LCM എടുത്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം, ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയിട്ട് ചെയ്യാം. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ നോക്കേ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 24 വരും, ഇവിടെ 2 വരുമല്ലോ, 2 × 1 2, 12 × 2 24. ഇവിടെ ഡിനോമിനേറ്റർ ഞാൻ ഈക്വൽ ആക്കി, 3/24 എന്ന് വന്നേ, 1/8 എന്ന് വന്നേ. ഓക്കെ, 2/24 എന്ന് എഴുതി, 1/2. അപ്പൊ രണ്ടുപേരൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ 1/12 + 1/24 സിംപ്ലിഫൈ ചെയ്തു, ആൻസർ 1/8 എന്ന് വന്നു. അപ്പൊ രണ്ടുപേരൂടി ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/8 അല്ലേ? 1/8 പാർട്ട് ഓഫ് ദ ജോബ് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ 1 day എന്നാണ് മീനിങ് അതിന്റെ. അപ്പൊ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും? 8 days വർക്ക് കംപ്ലീറ്റ് ആവും. ഈ കിട്ടുന്ന ആൻസറിനെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഇത് ഒരു ദിവസത്തെ ജോലി, അങ്ങനെയാണ് എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും? 8 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും. പറയുന്ന ക്ലിയർ ആണേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ തരാം. എ വിൽ കംപ്ലീറ്റ് എ ജോബ് ഇൻ 20 days. B will complete a job in 60 days. If both are working together, in how many days the work will be completed? Aയുടെ ഒരു ദിവസത്തെ ജോലി 1/20, ബിയുടെ ഒരു ദിവസത്തെ ജോലി 1/60. ഇതിനെ 3/60 എന്ന് എഴുതാം. 1/60 മുകളിലും താഴെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4/60 എന്ന് പറഞ്ഞാൽ 1/15. സോ രണ്ടുപേരുടെ ഒരു ദിവസം കൊണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്ര പാർട്ട് കംപ്ലീറ്റ് ആവും? 1/15th പാർട്ട് ഓഫ് ദ ജോബ് വിൽ ബി കംപ്ലീറ്റഡ് എന്നല്ലേ? അങ്ങനെയാണ് രണ്ടുപേരുടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവുന്നു? 15 days കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവുന്നു. ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഇനി ഇത് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, ഇതിന്റെ ആൻസർ പറഞ്ഞേ. രാം ഈസ് ട്വൈസ് ആസ് ഗുഡ് ആസ് ശ്യാം ഇൻ വർക്ക്. രാം ശ്യാമിനേക്കാൾ ട്വൈസ് ഗുഡ് ആണ്, അതായത് ഡബിൾ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ശ്യാം വിൽ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30 days. ഇൻ ഹൗ മെനി ഡേയ്സ് രാം വിൽ ഡു ദ വർക്ക്? ശ്യാമിന് 30 ദിവസം വേണം വർക്ക് ചെയ്യാൻ. രാം ട്വൈസ് ഗുഡ് ആണ്, ഡബിൾ എഫിഷ്യൻസി ഉള്ള ആളാണ്. പകുതി ദിവസം പോരെ രാമിന്? രാമിന് എത്ര ദിവസം വേണം? 15 ദിവസം വേണം. ക്ലിയർ ആണോ? ആൻസർ 15 days. ഡബിൾ എഫിഷ്യൻസി, സോ പകുതി ടൈം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. A alone can make 100 baskets in 6 days. B alone can make 100 baskets in 12 days. In how many days can A and B together make 100 baskets എന്നല്ലേ ചോദിക്കുന്നത്. നമുക്കറിയാം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ ഒറ്റയ്ക്ക് ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യുന്നു. എയുടെ ഒരു ദിവസത്തെ ജോലി 1/6. ബി ഒറ്റയ്ക്ക് ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യുന്നു. ബിയുടെ ഒരു ദിവസത്തെ ജോലി 1/12. രണ്ട് പേരും കൂടി ഒരു ദിവസം കൊണ്ട് ഇത്രയും ജോലിയല്ലേ ചെയ്യുന്നത്? രണ്ടുപേരും കൂടി ഒരു ദിവസം കൊണ്ട് ഇത്രയും ജോലിയാണ് ചെയ്യുന്നത്. ഇതിനെ 2/12 + 1/12 എന്ന് എഴുതാമല്ലോ, 3/12 എന്ന് എഴുതാമല്ലോ, 1/4 എന്ന് എഴുതാമല്ലോ. സോ രണ്ട് പേരും കൂടി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം 1/4 ജോലി കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും? 4 days വർക്ക് കംപ്ലീറ്റ് ആവും. ഇതിന്റെ ആൻസർ 4 days ആണ്. ഇതിന്റെ കൂടെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, നൺ ഓഫ് ദീസ്. സോ ഇതിന്റെ ആൻസർ, ഇത് ബാങ്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ബാങ്കിന് അറിയാമല്ലോ 5 ഓപ്ഷൻസ് വരും. സോ അതിനകത്ത് നിന്ന് ഞാൻ കട്ട് ചെയ്ത സമയത്ത് 4 ഓപ്ഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ ക്വസ്റ്റ്യനിലെല്ലാം. സോ അതുകൊണ്ടാണ് ഇവിടെ 4 days ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണേ? രണ്ടുപേരുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ആവുന്നു? 4 ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. നിങ്ങൾ വീഡിയോ ഇടയ്ക്ക് പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് എടുത്തോണം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സമയം തരുന്നില്ല, കാര്യം ഓപ്ഷൻ ഉണ്ടല്ലോ. ശ്യാം വിൽ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30 days. ശ്യാം എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവുന്നു? 30 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. രാം ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 15 days. ഭുവൻ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 10 days. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഡിനോമിനേറ്റർ ഈക്വൽ ആക്കി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ചെയ്യുക. അപ്പൊ ശ്യാമിന്റെ ഒരു ദിവസത്തെ വർക്ക് 1/30, രാമിന്റെ ഒരു ദിവസത്തെ വർക്ക് 1/15, ഭുവന്റെ ഒരു ദിവസത്തെ വർക്ക് 1/10, 1/30. ഇതിനെ 2/30 എന്ന് എഴുതി കൂടെ? മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ 3/30 എന്ന് എഴുതി കൂടെ? ഓക്കെ, 3 2 5 6/30, 1/5. സോ 3 പേരോട് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ 1/5th പാർട്ട് ഓഫ് ദ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ 1 day. ദാറ്റ് മീൻസ് എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും? 5 days കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും. ക്ലിയർ ആണേ? ഓക്കെ, ഇതിനകത്ത് ഈ ടൈം ആൻഡ് വർക്ക് ചെയ്യുന്നതിന് 1-2 മെത്തേഡുകളുണ്ട് കേട്ടോ. നമുക്ക് LCM മെത്തേഡ് വെച്ച് ചെയ്യാം, റേഷ്യോ മെത്തേഡ് വെച്ച് ചെയ്യാം, നമുക്ക് അതുപോലെ ഈ 1/, എടുത്ത് ചെയ്യാം.
മറ്റേ മെത്തേഡ് LCM മെത്തേഡിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ കൺസെപ്റ്റ് വൈസ് നമുക്ക് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ മെത്തേഡിൽ പറയുന്നത്. ഇതാണ് കറക്റ്റായിട്ട് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ പോകാൻ പറ്റുന്ന മെത്തേഡ്. ഫ്രാക്ഷൻ അഡീഷനിൽ ഗ്രിപ്പ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ ചെയ്യാൻ. A and B together can do a piece of work in 6 days and A alone can do it in 9 days. A plus B അറിയാം ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/6. എയുടെ അറിയാം ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/9. ബിയുടെ അറിയാം ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/x. തന്നിട്ടില്ലല്ലോ. അപ്പം എയുടെ ഒരു ദിവസത്തെ ജോലി പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ ജോലി ആണ് ആരുടെ ഒരു ദിവസത്തെ ജോലി, എ പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ ജോലി. ഇത് സിംപ്ലിഫൈ ചെയ്താൽ പോരെ. സോ 1/x is equal to 1/6 minus 1/9 ആണല്ലോ. 9 minus 6 3/6 into 9 എന്ന് വരുമല്ലോ. 1/18 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ഇത് ചെയ്തതാണ്. 9 minus 6 3 9 into 6 18 കട്ട് ചെയ്യും. 3 6 കട്ട് ചെയ്തിട്ട് 2 എന്ന് കിട്ടും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ എപ്പോഴും ഈ മൾട്ടിപ്ലിക്കേഷൻ 9 into 6 എന്ന് പറയുന്ന ഈ മൾട്ടിപ്ലിക്കേഷൻ ലാസ്റ്റ് ചെയ്യാവും. അത് നേരത്തെ ചെയ്ത് വെക്കരുത്. കാര്യം നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്നത് കഴിഞ്ഞിട്ടേ മൾട്ടിപ്ലൈ ആവും. സോ ഇത് രണ്ടുകൂടെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/18 എന്ന് വന്നല്ലോ. സോ ബിയുടെ അല്ലേ 1/18. സോ ബി എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? In how many days can B alone do it? B എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 18 days കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ ആണേ? ഡൗട്ട് ഒന്നും ഇല്ല. ഓക്കെ, അടുത്ത് നോക്കേ. A is half good a workman as B and together they finish the job in 14 days. In how many days working alone will B finish the job? അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് A ഹാഫ് ഗുഡ് എന്നാണ് പറയുന്നത്. A B നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിക്കോ. സിംപ്ലിഫൈ ചെയ്ത് നോക്കിയിട്ട് സൊല്യൂഷൻ നോക്കിയാൽ മതി. A is half good a workman as B. അഥവാ B x days എടുക്കുമെങ്കിൽ A 2x days എടുക്കും. എന്തുകൊണ്ടാ എ ഹാഫ് ഗുഡ് എന്നാ പറയുന്നത്. അതായത് അയാളുടെ എഫിഷ്യൻസി പകുതിയേ ഉള്ളൂ, അയാൾ പകുതി ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ, ഹാഫ് ഗുഡാണ്. അപ്പൊ ഡബിൾ ടൈം എടുക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഹാഫ് ഗുഡ് ആണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഡബിൾ ടൈം എടുക്കും. അഥവാ ബി എക്സ് ഡേയ്സ് എടുക്കുന്നുണ്ടെങ്കിൽ എ എത്ര ഡേയ്സ് എടുക്കും? 2x ഡേയ്സ് എടുക്കും. എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്താ? 1/2x ആണ്. ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്താ? 1/x ആണ്. രണ്ടുപേരുടെയും കൂടെ ഒരു ദിവസത്തെ വർക്ക് എന്താ? 1/14 അല്ലേ? രണ്ടുപേരുടെ എത്ര ദിവസം കൊണ്ടാണ് ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത്? 14 ഡേയ്സ് കൊണ്ടല്ലേ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഈ 1/2x പ്ലസ് 2/2x എന്ന് എഴുതാമല്ലോ. 1/14 3/2x ആണ്. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കി ഞാൻ 3/2x is equal to 1/14. രണ്ടും 14 കട്ട് ചെയ്തിട്ട് 7 കിട്ടി. എക്സ് അങ്ങ് മോളിൽ പോവും. എക്സ് ഇസ് ഈക്വൽ ടു 7 × 3 21. എക്സിന്റെ വാല്യൂ 21. സോ വർക്കിംഗ് അലോൺ ബി അല്ലേ ചോദിക്കുന്നത്? ബി എത്ര? എക്സ് അല്ലേ? ബി എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 21 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, A and B together can do a job in 12 days. A plus B നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ പലർക്കും ഉത്തരം കിട്ടിക്കാണും. A plus B യുടേത് 1/12, B യുടേത് 1/28. എയുടേത് കണ്ടുപിടിക്കണം. എയുടെ ഒരു ദിവസത്തെ ജോലി പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ ജോലി മസ്റ്റ് ബി ഈക്വൽ ടു എ പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ ജോലി. സോ 1/x ഈസ് വാട്ട്? 1/12 മൈനസ് 1/28 അല്ലേ? സിംപ്ലിഫൈ ചെയ്താൽ പോരെ. 28 മൈനസ് 12 ഇവിടെ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ നിൽക്കണ്ട. കാര്യം 7ന്റെ മൾട്ടിപ്പിളോ 6ന്റെ മൾട്ടിപ്പിളോ ഒക്കെ വരുന്നത്. സോ അതുകൊണ്ട് ഈക്വൽ ആക്കാൻ നിൽക്കണ്ട. 28 മൈനസ് 12 16, 12 × 28. ഇത് മൾട്ടിപ്ലൈ അല്ലേ? 12 × 28 കട്ട് ചെയ്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 16 3 7. സോ 1/21 എന്ന് തോന്നുന്നു. 1/21 ആണ് എന്ത്? 1/xന്റെ വാല്യൂ. സോ ദാറ്റ് മീൻസ് എ ഒരു ദിവസം ചെയ്യാൻ എടുക്കുന്ന ജോലി, ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/21 ആണ്. അങ്ങനെയാണ് എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? എ എലോൺ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 21 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ വായിച്ച് സിംപ്ലിഫൈ ചെയ്തേ. A can do a piece of work in 25 days, B in 20 days. A 25 ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്യുന്നു. എയുടെ ഒരു ദിവസത്തെ ജോലി 1/25. 1 ഡേ വർക്കാണ് ഇത്. 1 ഡേ വർക്ക്. ഓക്കെ. ബിയുടെ ഒരു ദിവസത്തെ ജോലി 1/20.
ദേ വർക്ക് ടുഗദർ ഫോർ 5 days ആൻഡ് എ ഗോസ് അവേ എന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ഡേയ്സ് എ വർക്ക് ചെയ്യുന്നുണ്ട്? 5 days എ വർക്ക് ചെയ്യുന്നുണ്ട്, കറക്റ്റ് അല്ലേ? ബിയോ കാര്യം 5 ദിവസം വർക്ക് ചെയ്തു, രണ്ടുപേരുടെ ടുഗദർ സ്റ്റാർട്ട് ചെയ്തു വർക്ക്. ദേ വർക്ക് ടുഗദർ ഫോർ 5 days എന്നാണ് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു? എ ഗോസ് അവേ എന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് എ എത്ര ദിവസം വർക്ക് ചെയ്തു? 5 ദിവസം വർക്ക് ചെയ്തു. ബി എത്ര ദിവസം വർക്ക് ചെയ്തു? ബിയും 5 ദിവസം വർക്ക് ചെയ്തു, പിന്നെ ഒരു എക്സ് ദിവസം കൂടെ വർക്ക് ചെയ്തു. എത്ര ദിവസം വർക്ക് ചെയ്തു നമുക്ക് അറിയില്ല, പക്ഷെ ആദ്യത്തെ 5 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഷുവറാണ്. അതിന്റെ കൂടെ അധികമായിട്ട് ഒരു എക്സ് ഡേയ്സ് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് അല്ലേ? അപ്പൊ ബാക്കി വർക്ക് ബി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നല്ലേ ചോദിക്കുന്നത്. ഓക്കെ, എയുടെ ഒരു ദിവസത്തെ വർക്ക് 1/25 അല്ലേ? എയുടെ ഒരു ദിവസത്തെ വർക്ക് 1/25 ആണ്. എ എത്ര ദിവസത്തേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്? 5 ദിവസത്തേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എയുടെ ടോട്ടൽ വർക്ക് 1/25 × 5 ആണ്. ഒരു ദിവസത്തെ വർക്ക് ഇൻറ്റു എത്ര ദിവസം വർക്ക് ചെയ്യുന്നു ഈസ് ഈക്വൽ ടു ആണല്ലോ ടോട്ടൽ വർക്ക്. ഓക്കെ, എയുടെ ടോട്ടൽ വർക്ക് കിട്ടി. ബി 5 + x ഡേയ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ബി 5 + x ഡേയ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തെ വർക്ക് 1/20. അങ്ങനെയാണെ 5 + x/20 ആണല്ലോ ബിയുടെ ടോട്ടൽ വർക്ക്. രണ്ടുപേരും ചേർന്ന് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ വർക്ക് എത്ര? 1. സോ ടോട്ടൽ വർക്ക് ഈസ് ഗെറ്റിംഗ് കംപ്ലീറ്റഡ് വെൻ ദേ വർക്ക് ടുഗദർ എന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ഒരു ദിവസത്തെ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട്. സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1/5 എന്ന് വരുമല്ലോ. 1/5 + 5 + x/20 ആണ് എന്തിന്റെ വാല്യൂ? 1ന്റെ വാല്യൂ. സോ 5 + x/20 ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെക്കാണ്, ഇവിടേക്ക് എഴുതാണ്. 5 + x/20 ഈസ് ഈക്വൽ ടു 1 - 1/5 4/5 എന്ന് വരുമല്ലോ. ഓക്കെ, 20യും 5 കൂടെ കട്ട് ചെയ്യാൻ 4 എന്ന് വരും. 5 + x ഈസ് ഈക്വൽ ടു 4 × 4 16. 5 + x മുകളിലേക്ക് എഴുതാണ്. 5 + x ഈസ് ഈക്വൽ ടു 4 × 4 16. സോ എക്സിന്റെ വാല്യൂ എന്ത് വരും? 11. അപ്പം ഇൻ ഹൗ മെനി ഡേയ്സ് ബി വിൽ ഫിനിഷ് ദ റിമൈനിങ് വർക്ക് എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് 11 ആൻസർ വരും. കാര്യം എന്താ? 5 ദിവസം വർക്ക് ചെയ്തു, പിന്നെ ഒരു 11 ദിവസം കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് ബാക്കി വർക്ക് കംപ്ലീറ്റ് ആയത്. അപ്പൊ 5 ദിവസം വർക്ക് ചെയ്തു, പിന്നെ ഒരു 11 ദിവസം കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് ബാക്കി വർക്ക് കംപ്ലീറ്റ് ആയത്. ടോട്ടൽ ഡേയ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ 11 + 5 16. ടോട്ടൽ ബി എത്ര ദിവസം വർക്ക് ചെയ്തു എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 11 + 5 16. സോ ഇവിടെ ആൻസർ 11 ആണ്. സോ അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടോ ഇത്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ബേസിക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതിനകത്ത് എടുത്തത്. ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടൈം ആൻഡ് വർക്കിൽ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി വരുന്നത്. 2 കാറ്റഗറി ആയിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ബേസിക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1/, എടുത്ത് ചെയ്യേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ്. അടുത്തത് ഗ്രൂപ്പ് കമ്പാരിസൺ ആണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഗ്രൂപ്പ് കമ്പാരിസൺ. ഗ്രൂപ്പ് കമ്പാരിസൺ ഒരു ഫോർമുലയുണ്ട്. ഗ്രൂപ്പ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഇപ്പോൾ ഒരു 15 പേര് 8 ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്യുന്നു. 12 പേര് അത് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? 15 പേര് 8 ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്യുന്നു. 12 പേര് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അപ്പൊ ഇത് 2 ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യലല്ലേ. ഇപ്പോൾ 15 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ 12 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യാണ്. സോ ഇതാണ് ഗ്രൂപ്പ് കമ്പാരിസൺ. എപ്പോഴാണോ ഗ്രൂപ്പ് കമ്പാരിസൺ വരുന്നത്, അന്നേരം ഫോർമുലയുണ്ട്. M2 D2 H2 E2 ഡിവൈഡഡ് ബൈ W2. നമ്പർ ഓഫ് മെൻ ആണ് M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് അവേഴ്സ് ആണ്. E എഫിഷ്യൻസി. W വർക്ക് ഡൺ. അതായത് ഇപ്പം M ആൾക്കാർ, M പീപ്പിൾ, M നമ്പർ ഓഫ് മെൻ, M മെൻസ്, D ഡേയ്സും ഉണ്ട്, D1 ഡേയ്സും ഉണ്ട്. H1 അവേഴ്സിൽ E1 എഫിഷ്യൻസിയിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ M2 പീപ്പിൾ, D2 ഡേയ്സിൽ, H2 എഫിഷ്യൻസിയിൽ, H2 അവേഴ്സിൽ E2 എഫിഷ്യൻസിയിൽ എന്ത് കംപ്ലീറ്റ് ചെയ്യും? W2 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഈ ഫോർമുല ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം.
വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുത്തോണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അത് മാത്രം എടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് മെന്നും ഡേയ്സും ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഫോർമുല എന്തായിരിക്കും? M1D1 ഈസ് ഈക്വൽ ടു M2D2. മെന്നും ഡേയ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ മെന്നും വർക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അത് എടുക്കുക. മെന്നും വർക്ക് മാത്രമേ തന്നിട്ടുള്ള ഫോർമുല എന്തായിരിക്കും? M1/W1 മസ്റ്റ് ബി ഈക്വൽ ടു M2/W2. ഓക്കെ, അടുത്ത നോക്കേ. എന്താ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? M1D1 രണ്ട് ഗ്രൂപ്പ് കമ്പാരിസൺ അല്ലേ ഇവിടെ. 15 persons complete a job in 3 days. In how many days will 10% take to complete the same job? So ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? M1D1 must be equal to M2D2 എന്നല്ലേ പറയുന്നത്. M1D1 എന്ന് പറഞ്ഞാൽ 15 പേര് 3 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, 10 പേര് X ദിവസം കൊണ്ട് ചെയ്യും. കട്ട് ചെയ്താൽ പോരെ? 2 × 5 3 × 5 9/2 4.5 എന്ന് വരത്തില്ലേ? എക്സിൻ്റെ വാല്യൂ 4.5 days. സോ ഇവര് രണ്ടാമത്തെ ഗ്രൂപ്പ് എത്ര ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്യും? 4.5 days കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 16 men can complete a piece of work in 8 days. In how many days can 12 men complete that? So ഇവിടെയും ഗ്രൂപ്പ് കമ്പാരിസൺ അല്ലേ. 16 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യാണ്? 12 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് കമ്പയർ ചെയ്യാണ്. സോ 16 men 8 ദിവസം കൊണ്ട് ചെയ്യുന്നത് 12 പേര് X ദിവസം കൊണ്ട് ചെയ്യും. കറക്റ്റാണേ? സോ അങ്ങനെയാണെങ്കിൽ 16 × 8 ഡിവൈഡഡ് ബൈ 12 അല്ലേ എക്സിൻ്റെ വാല്യൂ. കട്ട് ചെയ്യാമല്ലോ. 3 4 32/3 ആണ് എക്സിൻ്റെ വാല്യൂ. 32/3 എന്ന് പറഞ്ഞാൽ 10/2/3 ഡേയ്സ് ആണ്. 10/2/3 മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയാമല്ലോ. 32 ഡിവൈഡഡ് ബൈ 3 മീൻസ് 10 × 30 റിമൈൻഡർ 2. കോഷ്യന്റ് ഇൻറ്റു റിമൈൻഡർ ബൈ ഡിവൈസർ ആണ് എന്തെന്ന് പറയുന്നത്? മിക്സഡ് ഫ്രാക്ഷൻ. കോഷ്യന്റ് റിമൈൻഡർ ഡിവൈസർ 10/2/3 ഡേയ്സ്. സോ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ. സോ ഇത് ഈസി അല്ലേ? ഗ്രൂപ്പ് കമ്പാരിസൺ വെച്ചിട്ട് ചെയ്യാൻ ഈസി അല്ലേ? നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട, അവിടെ ഫോർമുല എടുത്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, നമുക്ക് ഗ്രൂപ്പ് കമ്പാരിസൺ വരുമ്പോഴെല്ലാം ഈ ഫോർമുല എടുത്താൽ മതിയെ. ഒരിക്കലും 1/, എടുക്കരുത് ഗ്രൂപ്പ് കമ്പാരിസണിൽ. കാര്യം കാൽക്കുലേറ്റീവ് ആയി പോകും, നമുക്ക് കിട്ടത്തുമില്ല ആൻസർ. ഡിഫിക്കൽട്ടായി, നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടി വരും. ഓക്കെ, അടുത്ത നോക്കേ. 17 men complete a work in 12 days. അപ്പോൾ 17 പേര് 12 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. 6 പേര് എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 17 × 12 X × 6. ഇതിവിടെ കട്ട് ചെയ്യാമല്ലോ. 6 12 കട്ട് ചെയ്താൽ 2 വരും. 34 ആൻസർ വരുമല്ലോ. സോ X ഈസ് 34 days. 6 men എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 34 days. സോ ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എക്സാമിന് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഇതേപോലെ കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കിട്ടും. ആ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം തന്നെ നമ്മൾ ചെയ്ത് വെക്കണം. ഒരിക്കലും ടഫ് ക്വസ്റ്റ്യൻ്റെ പിറവെ ആദ്യമേ പോകരുത്. ആദ്യമേ ടഫ് ക്വസ്റ്റ്യൻ്റെ പിറവെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആൻസറും കിട്ടിക്കൊള്ളണമെന്നില്ല, ഒരുപാട് സമയം വേസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്കോറിംഗ് ക്വസ്റ്റ്യൻസ്. പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർത്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. കാര്യം ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ റെസ്പോൺസിബിലിറ്റി ഒക്കെ കഴിഞ്ഞു. നമുക്ക് പിന്നെ ബാക്കിയുള്ള സമയം എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം? ടഫ് ക്വസ്റ്റ്യൻസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. കുറച്ച് അഥവാ ലാസ്റ്റിൽ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് സ്കിപ്പായി പോയാലും പ്രശ്നമില്ല. കാര്യം നമ്മൾ എക്സാമിന് സ്കിപ്പാക്കിയിട്ട് വന്നേക്കുന്നത് ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് പ്രശ്നമില്ല. കാര്യം അതെല്ലാവർക്കും ഓൾറെഡി സ്കിപ്പായി പോകും. ടഫിൻ്റെ കൂടെ നമ്മുടെ ഈസിയും കൂടെ സ്കിപ്പായി പോയാലും മാത്രമേ പ്രശ്നം വരുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കേ. 12 men, നിങ്ങൾ തന്നെ ചെയ്തോ. 12 men can complete 1/3 of the work in 8 days. എന്തൊക്കെയാ തന്നേക്കുന്നത്? men, work, days. M1D1/W1 is equal to M2D2/W2 ആവത്തില്ലേ ഫോർമുല. സോ 12 men can complete 1/3 of the work. 1/3 of the work നമ്മൾ ടോട്ടൽ വർക്ക് എന്തായിട്ടാണ് എടുക്കുന്നത്? 1 തന്നെയായിട്ടല്ലേ എടുക്കുന്നത്? ടോട്ടൽ വർക്ക് 1 തന്നെയായിട്ടാണ് എടുക്കുന്നത്. സോ 1/3 of 1 എന്ന് പറയുന്നത് 1/3 തന്നെയാണ്. ഇൻറ്റു 8 ഡേയ്സ് തന്നിട്ടുണ്ട്. ഹൗ മെനി ഡേയ്സ്? 16 men ഉണ്ട്. X ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നു? കംപ്ലീറ്റ് ദ വർക്ക്. 1 വർക്ക്. ടോട്ടൽ വർക്കാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. അഥവാ കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് എന്നായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ 1/3 1/3 കുറച്ച് എഴുതേണ്ടി വന്നേനെ. 1 - 1/3 എന്ത് വരും? 2/3 എന്ന് വരും. ഇവിടെ 2/3 എന്ന് എഴുതേണ്ടി വന്നേനെ, അഥവാ റിമൈനിങ് വർക്ക് എന്നാ ചോദിച്ചിരുന്നെങ്കിൽ. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ 16 men കംപ്ലീറ്റ് ദ വർക്ക്. മൊത്തത്തിലുള്ള വർക്ക് 16 men ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നോ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ പോരെ? ഈ 3 അങ്ങ് മോളിൽ പോകത്തില്ലേ?
3 × 12 × 8 ഡിവൈഡഡ് ബൈ 16 ആണ് എന്തിൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ. 3, 4, 2, 9, 2, 18 ഡേയ്സ്. 18 ഡേയ്സ് അല്ലേ എക്സിൻ്റെ വാല്യൂ. സോ ആൻസർ ഈസ് 18 ഡേയ്സ്. സോ ഗ്രൂപ്പ് കമ്പാരിസൺ എങ്ങനെയാണെന്ന് ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇതും നിങ്ങൾ തന്നെ ചെയ്തേ, പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ചെയ്തേ. A group of planes can completely destroy a place in 7 days. ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലെയിൻസ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് പ്ലെയിൻസ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ആ ഗ്രൂപ്പ് ഓഫ് പ്ലെയിൻസ് 7 days കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് എത്രയോ ആൾക്കാർ, എത്രയോ പ്ലെയിൻസ് എത്രയോ ഡേയ്സിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. M1 D1 തന്നിട്ടുണ്ട്. അഥവാ എക്സ് പ്ലെയിൻസ് ഉണ്ടെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും? 7 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും. ഹൗവർ 12 പ്ലെയിൻസ് ഡെവലപ്പ് ടെക്നിക്കൽ ഫോൾട്ട്സ്. പക്ഷേ എന്ത് ചെയ്തു? 12 പ്ലെയിൻസ് ടെക്നിക്കൽ ഫോൾട്ട്സ് ഉണ്ടായി. 12 പ്ലെയിൻസിന് ടെക്നിക്കൽ ഫോൾട്ട്സ് ഉണ്ടായി. സോ ഇപ്പോൾ X-12 പേരല്ലേ ഉള്ളൂ. മൊത്തത്തിൽ എക്സ് ആൾക്കാരുണ്ടായിരുന്നു, എക്സ് പ്ലെയിൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ X-12 പ്ലെയിൻസ് അല്ലേ ഉള്ളൂ. ഈ X-12 പേര് 10 ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. X-12 പേര് റിമൈനിങ് നൗ ക്യാൻ ഡു ദ ജോബ് ഇൻ 10 days. ഫൈൻഡ് ദ ഒറിജിനൽ ഗ്രൂപ്പ് സ്ട്രെങ്ത് എന്നല്ലേ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്താൽ പോരെ. 7x = 10x - 120 എന്ന് വരും. 3x = 40 എന്ന് വരും, 120 എന്ന് വരും. tx = 120. എക്സിൻ്റെ വാല്യൂ എന്ന് വരും 40. എക്സിൻ്റെ വാല്യൂ 40. ക്ലിയർ ആണോ? സോ ആദ്യമേ എത്ര പ്ലെയിൻസ് ഉണ്ടായിരുന്നു? 40 പ്ലെയിൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എത്ര പ്ലെയിൻസേ ഉള്ളൂ? 28 പ്ലെയിൻസേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. 24 men working 8 hours a day can finish a work in 10 days. Working at the rate of 10 hours a day, the number of men required to finish the same work in 6 days is എന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് തന്നേക്കുന്നത്? M1 D1 H1 അല്ലേ തന്നേക്കുന്നത്. 24 men 8 hours-ൽ 10 days-ൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും. വർക്കിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 10 hours a day. നമ്പർ ഓഫ് മെൻ അറിയില്ല, എക്സ്മെൻ ആണ്. എക്സ്മെൻ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 6 days-ൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഫിനിഷ് ദ സെയിം വർക്ക് ഇൻ 6 days. ഈസ് വർക്കിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 10 hours a day. അവർ എത്ര അവേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്? 10 hours-ലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഒരു M1 D1 H1 = M2 D2 H2. 10 കട്ടായി പോയി, 24 6 കട്ടായി പോയിട്ട് 8 വന്നു. 4 വന്നു. 24 6 കട്ടായി പോയിട്ട് 4 വന്നു. 4 × 32 മെന്നാണ് എന്തിൻ്റെ വാല്യൂ? എക്സിൻ്റെ വാല്യൂ. സോ എക്സ് 32 മെൻ. സോ എത്ര പേര് വേണം? 32 ആൾക്കാർ വേണം റിക്വയർഡ് ടു ഫിനിഷ് ദ സെയിം വർക്ക് ഇൻ 6 days. ക്ലിയർ ആണ്? ഡൗട്ട് ഒന്നും ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 10 men can complete a piece of work in 15 days. 10 men can complete a piece of work in 15 days. 10 പേര് എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു? 15 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. M1 D1 കറക്റ്റ് ആണ്. M1 D1 10 പേര് 15 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. 15 പേര് മെന്നും വുമണും ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എപ്പോഴാണോ മെന്നും വുമണും തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ തന്നിരിക്കുന്നത്, ഇപ്പോൾ ബോയ്സും ഗേൾസും തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബോയ്സും മെന്നും വുമണും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ എപ്പോഴാണോ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ തന്നിരിക്കുന്നത്, അന്നേരം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള വർക്കിൻ്റെ എഫിഷ്യൻസി റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറയാം. സോ നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്താണ്? അപ്പോൾ എപ്പോഴാണോ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ തന്നിട്ടുള്ളത്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്താണ്? ഫൈൻഡ് ദ എഫിഷ്യൻസി റേഷ്യോ ഓഫ് ദീസ് കാറ്റഗറീസ്. കാറ്റഗറിയുടെ എഫിഷ്യൻസി, ഫൈൻഡ് ദ എഫിഷ്യൻസി റേഷ്യോ ഓഫ് ദീസ് കാറ്റഗറീസ്. ഈ കാറ്റഗറീസിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? എഫിഷ്യൻസി റേഷ്യോ കണ്ടുപിടിക്കണം. 10 men എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? 15 ദിവസം കൊണ്ട്. 15 women 12 ദിവസം കൊണ്ടല്ലേ ചെയ്യുന്നത്. ഓക്കെ, അത് ഇവിടെ സെൻറ്റൻസ് ക്ലോസ് ആണല്ലോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാമല്ലോ നമുക്ക്. 15 × 10 150 men =
15 × 12 വുമൺ, കറക്റ്റാണ്. ഓക്കെ, 15 15 കട്ടായിപ്പോയി. 10 മെൻ ഇസ് ഈക്വൽ ടു 12 വുമൺ എന്ന് വന്നു. മെൻ ഡിവൈഡഡ് ബൈ വുമണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12/10 വന്നേ, 6/5 വന്നേ. അപ്പം മെൻ വുമൺ റേഷ്യോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. എന്താണ് മെൻ വുമൺ റേഷ്യോ? 6:5. ദാറ്റ് മീൻസ് മെൻ 6 വർക്ക് ചെയ്യുമെങ്കിൽ വുമൺ എത്ര വർക്ക് ചെയ്യും? 5 വർക്ക് ചെയ്യും. ഡേയ്സിന്റെ റേഷ്യോ അല്ല ഇത്, എന്തിന്റെ റേഷ്യോ ആണ്? എഫിഷ്യൻസി റേഷ്യോ ആണ്. സോ മെൻ 6 വർക്ക് ചെയ്യുമെങ്കിൽ വുമൺ എത്ര വർക്ക് ചെയ്യും? 5 വർക്ക് ചെയ്യും. അപ്പൊ ഇത് കിട്ടിയല്ലോ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണേ. സോ മെൻ ഈസ് ടു വുമൺ എന്തെന്ന് വന്നു? മെൻ ഡിവൈഡഡ് ബൈ വുമൺ എന്തെന്ന് വന്നു? 6/5 എന്ന് വന്നു. ഓക്കെ, ഇനി 10 മെൻ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേ? 15 ദിവസം കൊണ്ട്, കറക്റ്റ് അല്ലേ? 10 മെൻ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 15 days. ഇനി ഒന്നുകിൽ നിങ്ങൾക്ക് ഇതെടുക്കാം ആസ് എ റെഫറൻസ്, നമുക്കിതാണ് റെഫറൻസ് എടുക്കാവുന്നത്, അല്ലെങ്കിൽ ഇതെടുക്കാം 15 വുമൺ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 12 days, അല്ലെങ്കിൽ ഇതെടുക്കാം ആസ് എ റെഫറൻസ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എടുത്തു ആസ് എ റെഫറൻസ്. ഇഫ് ഓൾ ദ 10 മെൻ ആൻഡ് 15 വുമൺ വർക്ക് ടുഗദർ, അതായത് 10 മെന്നും 15 വുമണും കൂടി ടുഗദർ വർക്ക് ചെയ്യുമ്പോൾ അവർ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്നല്ലേ ചോദിക്കുന്നത്? X days കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ മെന്നിൻ്റെ എഫിഷ്യൻസി മെന്നിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക, വുമണിൻ്റെ എഫിഷ്യൻസി വുമണിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞ പരിപാടി. സോ മെൻ ഇവിടെ എത്ര? മെന്നിൻ്റെ എഫിഷ്യൻസി 6 വർക്കിന് തുല്യമല്ലേ മെൻ? 15 ഇസ് ഈക്വൽ ടു 10 മെൻ, 10 ഇൻറ്റു 6 വർക്കിന് തുല്യമാണ് മെൻ. 15 വുമൺ, വുമണിന് 5 വർക്കിന് തുല്യമാണ് വുമൺ, ഇൻറ്റു എക്സ് എന്ന് എഴുതാം. സോ ഇതിനകത്തുനിന്ന് 10 × 6 × 15 അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഡിവൈഡഡ് ബൈ ഇവിടെ 60ഉം ഇവിടെ 75, 60 75 135 ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വന്നു. 15 135 കൂടെ കട്ട് ചെയ്താൽ 9 കിട്ടും. 6ഉം 2 വരും 3 വരും. സോ എക്സിൻ്റെ വാല്യൂ 20/3 എന്ന് വന്നു. എക്സിൻ്റെ വാല്യൂ 20/3 മിക്സഡ് ഫ്രാക്ഷനിലാക്കി കഴിഞ്ഞാൽ, മിക്സഡ് ഫ്രാക്ഷനിലാക്കാൻ അറിയാം എല്ലാവർക്കും, 6 2/3 ആൻസർ വരും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം, കോഷ്യന്റ് റിമൈൻഡർ ബൈ ഡിവൈസർ, കോഷ്യന്റ് ഇൻറ്റു റിമൈൻഡർ ബൈ ഡിവൈസർ. സോ 6 2/3 എന്ന് വരും, 6 2/3 ആണെന്ത് ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ഇവർ ഈ ഒരു ഗ്രൂപ്പ് എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്? 10 men and 15 women will complete the work in X days. എക്സിൻ്റെ വാല്യൂ കിട്ടി എത്ര? 20/3. അപ്പം ഇതിനകത്ത് ഇത്രയും കാൽക്കുലേഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്ത് നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയും വലുതായിട്ട് ആര് ചെയ്യും, ഷോർട്ട് കട്ട് ഉണ്ടല്ലോ. ഇല്ല, ഇത് മിനിമം കാൽക്കുലേഷൻ ആണ്. ഇത്രയെങ്കിലും ചെയ്തേ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കി എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 10 men എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ട്, 15 days തന്നിട്ടുണ്ട്, 15 women തന്നിട്ടുണ്ട്, 12 days തന്നിട്ടുണ്ട്, 10 men 15 women പിന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഷുവറായിട്ട് നമ്മൾ ഇത് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ യൂസ് ചെയ്യണ്ടേ, ഈ വാല്യൂസ് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. സോ ആൻസർ എങ്കിൽ മാത്രമേ നമുക്ക് സിംപ്ലിഫൈ ആയി കിട്ടത്തുള്ളൂ. സോ അത്രയും കാൽക്കുലേഷൻ ഉറപ്പായിട്ടും വരും. ഇതിനകത്ത് പക്ഷേ വേറൊരു ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മോട്ടീവ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്തേ, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞേ. 7 men 4 boys 6 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. കറക്റ്റ് അല്ലേ? എന്തൊക്കെയാ തന്നേക്കുന്നത്? M1 bit D1, നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ തന്നേക്കുന്നത്. ഓക്കെ, എ മാൻ കംപ്ലീറ്റ് ഡബിൾ ദ വർക്ക് ദാൻ എ ബോയ്. മാൻ കംപ്ലീറ്റ് ഡബിൾ ദ വർക്ക് ദാൻ എ ബോയ് എന്ന് പറയുമ്പോൾ മാൻ ബോയുടെ എഫിഷ്യൻസി റേഷ്യോ 2:1 ആണല്ലോ. കാര്യം മാൻ 2 വർക്ക് ചെയ്യുമ്പം ബോയ് എത്ര വർക്ക് ചെയ്യും? ഒറ്റ വർക്ക് ചെയ്യും. അതല്ലേ എഫിഷ്യൻ ആ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാൻ കംപ്ലീറ്റ്സ് ഡബിൾ ദ വർക്ക് ദാൻ എ ബോയ്. ഓക്കെ, ഇൻ ഹൗ മെനി ഡേയ്സ് 7 men plus 4 boys 6 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ 5 men plus 4 boys കംപ്ലീറ്റ് ദ വർക്ക്? എക്സ് എന്ന് ഇടാമല്ലോ, ഇൻറ്റു എക്സ് എന്ന് ഇടാം. അപ്പോൾ ഓക്കെ, ഇവിടെ നമുക്ക് മെൻ ബോയ്സിന്റെ റേഷ്യോ ഓൾറെഡി, എഫിഷ്യൻസി റേഷ്യോ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എപ്പോഴാണോ 2 കാറ്റഗറി ഓഫ് പീപ്പിൾ തന്നിരിക്കുന്നത്, അപ്പം നമ്മുടെ മെയിൻ മോട്ടീവ് എന്താണ്? ഇവർ തമ്മിലുള്ള എഫിഷ്യൻസി റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഓൾറെഡി നമുക്ക് മെന്നിൻ്റെയും ബോയ്സിൻ്റെ എഫിഷ്യൻസി റേഷ്യോ കിട്ടിയല്ലോ. ഓക്കെ, എമ്മിൻ്റെ സ്ഥാനത്ത് 2 ബോയുടെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 7 × 2 + 4 × 1 × 6 ഡിവൈഡഡ് ബൈ ഇത് താഴെ വരും, ഇത് താഴെ വരും, ഇവിടെ എക്സ് ഉണ്ട്. 5 men എന്ന് പറയുമ്പോൾ മെൻ 2 ആണ്, 4 ബോയ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ 7 2 14 4
14 അധികം 4 18, 18 ഇൻറ്റു 6 ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 2 10 ഇൻറ്റു 4 14, സോറി 10 അധികം 4 14, 14 ഡിനോമിനേറ്റർ, 10 അധികം 4 14 ഡിനോമിനേറ്റർ, 4 ഇൻറ്റു 1 5 ഇൻറ്റു 2, ഓക്കെ ഡിനോമിനേറ്റർ 14 വന്നു. ഇവിടെ മെന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുത്തു? 7 2 14, 4 ഇൻറ്റു 1 4, കറക്റ്റാണല്ലോ. 7 2 14 അധികം 4 18 ഇൻറ്റു 6, കട്ട് ചെയ്യാം. ഇവിടെ 3 വരും, ഇവിടെ 7 വരും. 18 ഇൻറ്റു 3 54 ഡിവൈഡഡ് ബൈ 7 ആണ് ആൻസർ കേട്ടോ. പോയിന്റിൽ ആൻസർ വരും. സോ ദാറ്റ് മീൻസ് നൺ ഓഫ് ദീസ് ആണ് ആൻസർ. അപ്രോക്സിമേറ്റ് ഒന്നും എടുത്ത് എഴുതണ്ട കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്രോക്സിമേറ്റ് എന്ന് ബ്രാക്കറ്റിൽ പറയും. അഥവാ ക്വസ്റ്റ്യനിൽ അപ്രോക്സിമേറ്റ് ഡേയ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ബ്രാക്കറ്റിൽ പറയും. സോ ഇവിടെ 54/7 ആണ് പോയിന്റിൽ ആൻസർ. ദാറ്റ് മീൻസ് നൺ ഓഫ് ദിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 12 men takes 18 days. നിങ്ങൾ അന്ന് ചെയ്തോ, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ച് ഫൈനലി വെരിഫൈ ചെയ്തേ. 12 men takes 18 days to complete a job, whereas 12 women in 18 days can complete 3/4 of the same job എന്നല്ലേ പറയുന്നത്. How many days will 10 men and 8 women together take to complete the same job? ട്വൽവ് മെൻ 18 ഡേയ്സിൽ ഒരു ജോലി ചെയ്ത് തീർക്കും. M1 D1/W1. 12 വുമൺ 18 ഡേയ്സിൽ 3/4 ഓഫ് ദ ജോബ് കംപ്ലീറ്റ് ചെയ്യും. M1 D1/W1 ഈസ് ഈക്വൽ ടു M2 D2/W2. ഇതല്ലേ റിലേഷൻ. സോ ഇതിനകത്ത് 12ഉം കട്ട് ചെയ്യാമല്ലോ. കട്ട് ചെയ്യാം, പക്ഷെ മെൻ വുമൺ റിമൈനിങ് വരും കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ 12 മെന്നിനെയും 12 വുമണിനെ അല്ല കട്ട് ചെയ്യുന്നത്, നമ്പേഴ്സിനെ മാത്രമാണ്. 12 ആൾക്കാരെ എടുത്ത് കളഞ്ഞിട്ട് ഒരു മെൻ മാത്രമാക്കി, 12 വുമണിനെ എടുത്ത് കളഞ്ഞിട്ട് ഒരു വുമൺ മാത്രമാക്കി. സോ മെന്നും വുമണും അവിടെ എക്സിസ്റ്റിംഗ് ആണ്. MW എന്ന് പറയുന്ന നൊട്ടേഷൻസ് അവിടെ എക്സിസ്റ്റിംഗ് ആയിരിക്കും. 18 കട്ടായിപ്പോയി. അപ്പോൾ 1 men ഈസ് ഈക്വൽ ടു 1 വുമൺ ഡിവൈഡഡ് ബൈ 3/4 എന്ന് വരും. 4 മോളിൽ പോകത്തില്ലേ, വുമണിനെ ഇങ്ങ് താഴെ കൊണ്ടുവരാം. മെൻ ഡിവൈഡഡ് ബൈ വുമൺ എന്ന് പറയുന്നത് 4/3 എന്ന് വരുമല്ലോ. ഇത് തിരിച്ചാവും, ഇതങ്ങ് മോളിൽ പോയിട്ട് തിരിച്ചാവും. സോ മെൻ ഡിവൈഡഡ് ബൈ വുമൺ 4/3. സോ മെൻ വുമൺ റേഷ്യോ കിട്ടി 4/3. ഡിലീറ്റ് ചെയ്യുകയാണേ. മെൻ വുമൺ റേഷ്യോ കിട്ടി 4/3. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് റെഫറൻസ് ആയിട്ട് എന്തോ പറയുന്നുണ്ട്. 12 men 18 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. 12 men 18 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഹൗ മെനി ഡേയ്സ് വിൽ 10 men and 8 women together take to complete the same job? 10 men plus 8 women എത്ര ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്യും എന്നല്ലേ പറയുന്നത്. X ഡേയ്സ് കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ സ്ഥാനത്ത് 4 എന്നിട്ട് കൊടുക്കാം. 18 ഇസ് ഈക്വൽ ടു 10 മെന്നിൻ്റെ സ്ഥാനത്ത് 4 എന്നിട്ട് കൊടുക്കാം. 8 വുമണിൻ്റെ സ്ഥാനത്ത് 8 ഇൻറ്റു 3 എന്നിട്ട് കൊടുക്കാം. ഓക്കെ, ഇൻറ്റു X ഡേയ്സ് അല്ലേ. സോ ഇതിനകത്ത് 12 ഇൻറ്റു 4 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 40 അധികം 24. കറക്റ്റ് അല്ലേ. ഇതങ്ങ് താഴെ പോകും. 324 താഴെ പോകും. 40 അധികം 24 64 താഴെ വരും. അതല്ല എക്സിൻ്റെ വാല്യൂ. റൈറ്റ് ഹാൻഡ് സൈഡിൽ X ഉണ്ട് ഈസ് ഈക്വൽ ടു, ഇതിങ്ങനെ തന്നെ വെച്ചോ, 12 ഇൻറ്റു 4 ഇൻറ്റു 18. 4 ഇതൂടെ കട്ട് ചെയ്തിട്ട് 16 എന്ന് എഴുതാൻ പറ്റും. 16 ഇതൂടെ കട്ട് ചെയ്തിട്ട് 3 4 എന്ന് എഴുതാൻ പറ്റും. 4 18 കൂടെ കട്ട് ചെയ്തിട്ട് 2 9 എന്ന് എഴുതാൻ പറ്റും. 9 3 27/2 ആണ് എക്സിൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ 27/2. 27/2 അല്ലേ 13.5. 13 1/2. 13.5 തന്നെയാണ് 13 1/2. സോ ആൻസർ സി ഓപ്ഷൻ. ഓക്കെ, സോ 27/2 ആൻസർ 13 1/2. അടുത്ത നോക്കേ, എഫിഷ്യൻസി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സാക്ഷി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 days. Tanya is 25% more efficient than Sakshi. The number of days taken by Tanya to do the same piece of work എന്നല്ലേ ചോദിക്കുന്നത്. അതായത് എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്? ഡേയ്സ് തന്നിട്ടുണ്ട്, പിന്നെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഡേയ്സിനെയും എഫിഷ്യൻസിയെയും കമ്പയർ ചെയ്തിട്ട് ഫോർമുല ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ M1 D1 ഫോർമുലയിൽ ഡേയ്സും എഫിഷ്യൻസിയും D1 E1 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? D2 E2 എന്ന് വരും. ഓക്കെ, സോ ഇത് ഡേയ്സും എഫിഷ്യൻസിയും ന്യൂമറേറ്ററിൽ തന്നെയാണ്. സോ അതുകൊണ്ട് ഈ ഫോർമുല നമുക്ക് ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ ഡേയ്സ്, ഫസ്റ്റ് വണ്ണിൻ്റെ ഡേയ്സ് 20 എന്ന് എടുക്കാമല്ലോ. ഓക്കെ,
അടുത്ത ആളുടെ ഡേയ്സ് തന്നിട്ടില്ല, പക്ഷെ ഒറ്റ കാര്യം പറയുന്നുണ്ട്, ഇത് സാക്ഷിയാണ്, ഇത് തന്നെയാണ്. കറക്റ്റാണേ. അപ്പൊ തന്യ 25% മോർ എഫിഷ്യൻ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് സാക്ഷി അഥവാ 100% എഫിഷ്യൻ്റ് ആണെങ്കിൽ, സാക്ഷി 100% എഫിഷ്യൻ്റ് ആണെങ്കിൽ തന്യ എന്തായിരിക്കും? 125% എഫിഷ്യൻ്റ് ആയിരിക്കും. 25% മോർ എഫിഷ്യൻ്റ് ആയിരിക്കും. എക്സ് ഡേയ്സിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഡേയ്സ് എഫിഷ്യൻസി. സോ ഇത് കമ്പയർ ചെയ്താൽ എക്സിന്റെ വാല്യൂ എന്ത് വരും? 20 × 100 ഡിവൈഡഡ് ബൈ 125 ആണ് എന്തിന്റെ വാല്യൂ. ഇത് 4 വരും, ഇത് 5 വരും. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 16 എന്ന് വരും. സോ 5 20 കട്ട് ചെയ്തിട്ട് 4 വരും, 4 16. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ തന്യ ടു ഡു ദ സെയിം പീസ് ഓഫ് വർക്ക് എന്താ ആൻസർ വരുന്നത്? 16 ഡേയ്സ് ആണ്. 16 ഡേയ്സ് എന്ന് പറയുമ്പോൾ നൺ ഓഫ് ദീസ്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ വേണേലും തരാം. മെൻ തരാം, നമ്പർ ഓഫ് പീപ്പിൾ തരാം, എഫിഷ്യൻസി തരാം, ഡേയ്സ് തരാം, അവേഴ്സ് തരാം, വർക്ക് തരാം. അപ്പൊ എന്തൊക്കെയാണോ തന്നിരിക്കുന്നത് അത് മാത്രം എടുത്തു വെച്ച് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫോർമുല ഉണ്ടാക്കി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, ഇതിന്റെ ആൻസർ പറഞ്ഞേ. എക്സ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 15 days. ഫസ്റ്റ് പേഴ്സൺ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? 15 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് ഹി ഈസ് ജോയിൻഡ് ബൈ വൈ ഹു ഈസ് 50% മോർ എഫിഷ്യൻറ്റ്, ഇൻ വാട്ട് ടൈം വിൽ എക്സ് ആൻഡ് വൈ ടുഗദർ ഫിനിഷ് ദ ജോബ്? എക്സ് 15 ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളതേ, നമുക്ക് എന്തൊക്കെയാ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്? ഡേയ്സ് തന്നിട്ടുണ്ട്, എഫിഷ്യൻസി തന്നിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഡേയ്സും എഫിഷ്യൻസിയും. അപ്പം ഡേയ്സും എഫിഷ്യൻസിയും വെച്ചിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കാം. D1 എന്ത് വരും? D2 എന്ന് വരുമല്ലോ. ഓക്കെ. ഫസ്റ്റ് വൺ 15 days ആണ്. എഫിഷ്യൻസി നമുക്ക് അറിയില്ല. സെക്കൻഡ് പേഴ്സൺ ഡേയ്സ് നമുക്ക് അറിയില്ല, പക്ഷെ 50% മോർ എഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് അഥവാ ഫസ്റ്റ് പേഴ്സൺ 100% എഫിഷ്യൻ്റ് ആണെങ്കിൽ അടുത്ത ആൾ 150% എഫിഷ്യൻ്റ് ആയിരിക്കും, 50% മോർ എഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ. ഈ എഫിഷ്യൻസി ഒരിക്കലും 100% ക്രോസ് ആവത്തില്ല കേട്ടോ. അത് പ്രാക്ടിക്കലി ക്രോസ് ആവത്തില്ല. പക്ഷെ നമുക്ക് ഇവിടെ എടുക്കാൻ, നമുക്ക് ഇവിടെ നമ്പേഴ്സിന്റെ കമ്പാരിസൺ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നതിന് കുഴപ്പമില്ല. എഫിഷ്യൻസി മാക്സിമം എഫിഷ്യൻസി എന്താണ്? 100% ആണ് മാക്സിമം എഫിഷ്യൻസി. പക്ഷെ ഇവിടെ നമ്മളിവിടെ 100 150 എന്നൊക്കെ എടുക്കുന്നതിന്റെ റീസൺ നമുക്ക് ഇവിടെ ഈ രണ്ട് നമ്പറുകളൊന്ന് കമ്പയർ ചെയ്താൽ മാത്രം മതി. എത്ര എഫിഷ്യൻസി കൂടുതലാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ അതിന് 100 150 എടുക്കുന്നതിന് പകരം 2 3 എടുത്താലും മതി. 2 ഫസ്റ്റ് വാല്യൂ 2, രണ്ടാമത്തെ വാല്യൂ 3. പക്ഷെ ആ 2 3 എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 100 വെച്ചിട്ട് അങ്ങ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ. സോ ഇവിടുന്ന് എക്സിന്റെ വാല്യൂ എന്ത് വരും? ഇത് കട്ട് ചെയ്യാലോ. 50 × 2 50 × 3. സോ 15 × 2 30 ഡിവൈഡഡ് ബൈ 3 വരും. എക്സിന്റെ വാല്യൂ 10 വരും. അപ്പോൾ ഇവിടെ നോക്കേ, ഫസ്റ്റ് പേഴ്സൺ അഥവാ 15 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡ് പേഴ്സൺ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 10 days കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യത്തില്ലേ? ഓക്കെ. ഇനി ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന രണ്ടാമത്തെ പേഴ്സൺ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്നാണോ ചോദിക്കുന്നത്? അല്ല. ഇൻ വാട്ട് ടൈം വിൽ എക്സ് ആൻഡ് വൈ ടുഗദർ ഫിനിഷ് ദ വർക്ക് എന്നല്ലേ ചോദിക്കുന്നത്. രണ്ട് പേരും കൂടി എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം. അതായത് ഫസ്റ്റ് പേഴ്സൺ 1/15 ഒരു ദിവസം ചെയ്യുന്നവർക്ക്, രണ്ടാമത്തെ ആൾ ഒരു ദിവസം ചെയ്യുന്നവർക്ക് 1/10. 1/15 നമുക്ക് 2/30 എന്ന് എഴുതാം, 2 ഡിവൈഡഡ് ബൈ 30 എന്ന് എഴുതാം. രണ്ടാമത്തെ ഇതിനെ നമുക്ക് 3/30 എന്ന് എഴുതാം. മുകളിലും താഴെ എന്ത് ചെയ്തു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കാര്യം ഇവിടെ 15നെയും 10നെയും കൂടെ ചേർത്തിട്ട് 30 ആക്കുന്നതാണ് എളുപ്പം. ഫ്രാക്ഷൻ അഡീഷൻ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് LCM എടുത്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് അങ്ങനെ ചെയ്യാം. പക്ഷെ ഏത് മെത്തേഡിൽ ചെയ്താലും അതിൽ എക്സ്പേർട്ട് ആയിരിക്കണം. അത് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് സെറ്റായിട്ട് വെച്ചിരിക്കണം. ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ടാവാൻ സമ്മതിക്കരുത്. 3 × 2 5. 5 ഡിവൈഡഡ് ബൈ 30 എന്ന് വരുമല്ലോ. 5 ഡിവൈഡഡ് ബൈ 30 എന്താണ്? 1/6 എന്ന് വരില്ലേ? അപ്പൊ രണ്ട് പേരൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 6 days വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഒരു ദിവസത്തെ വർക്കാണ് ഈ 1/6. സോ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 6 days വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഡേറ്റ തന്നിരിക്കുന്നത് നോക്കുക. അതിനനുസരിച്ച് ഒരു ഫോർമുല ഉണ്ടാക്കുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാം. 36 പേര് ഒരു ട്രെഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. എത്ര മീറ്റർ ലോങ്? 200 മീറ്റർ ലോങ് ആണ്, 3 മീറ്റർ വൈഡ് ആണ്, 2 മീറ്റർ ഡീപ്പ്. എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? 6 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് 10 hours എ ഡേ. എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്? 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻ ഹൗ മെനി ഡേയ്സ് വർക്കിംഗ്? 8 hours എ ഡേ. 10 men dig a trench
dig a trench 100 meter long 4 meter. അപ്പോൾ ഇവിടെ ഈ 200 meter long എന്ന് പറയുന്നതും 3 meter wide എന്ന് പറയുന്നതും 2 meter deep എന്ന് പറയുന്നത് എന്താണ്? വർക്കല്ലേ? അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ തന്നിരിക്കുന്നത് എന്താ? വർക്കല്ലേ? 200 into 3 into 2 വോളിയത്തിലാണ് ഇത് കുഴിക്കേണ്ടത്. 200 into 3 into 2 വോളിയത്തിലാണ് ഇത് കുഴിക്കേണ്ടത്. ദാറ്റ് മീൻസ് അത്രയും എന്താണ് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? വർക്കിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം ഈ ക്വസ്റ്റ്യൻ. M1 തന്നിട്ടുണ്ട്, H1 തന്നിട്ടുണ്ട്, അവേഴ്സ്, ഡേയ്സ് തന്നിട്ടുണ്ട് 6 days, പിന്നെ വർക്കും തന്നിട്ടുണ്ട്. ഇത്രയല്ലേ തന്നിട്ടുള്ളൂ. പിന്നെ ഇവിടെയും അത് തന്നെ M1 H1 D1 by W1. ഇപ്പോൾ 36 men 6 days വർക്ക് ചെയ്യുന്നുണ്ട്, 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, വർക്കിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം? 200 into 3 into 2 ഇട്ട് കൊടുക്കണ്ടേ? റൈറ്റ് ഹാൻഡ് സൈഡിൽ വർക്കിന് മെന്നിന്റെ സ്ഥാനത്ത് തന്നിട്ടുണ്ട്. എത്ര പേരാന്ന് തന്നിട്ടുണ്ട്? 10 പേരാന്ന് തന്നിട്ടില്ലേ? 10 men. ഓക്കെ, അവർ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു? 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. എത്ര ദിവസം വർക്ക് ചെയ്യുന്നു? അത് കണ്ടുപിടിക്കണം. എത്ര ദിവസം വർക്ക് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണം. വർക്ക് എന്താ? 100 into 4 into 3 അല്ലേ? ഇത് ഇവിടെ വെച്ച് അങ്ങ് കട്ട് ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഞാൻ ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാണ്. 10 100 കട്ട് ചെയ്തിട്ട് 10 കിട്ടും. പിന്നെ 10 200 കട്ട് ചെയ്തിട്ട് 20 കിട്ടും. പിന്നെ 4 3 കട്ടായി പോയി. 8 36 കട്ട് ചെയ്യാൻ 4 ഉണ്ട്. 9 36, 2 4 കട്ട് ചെയ്താൽ 2 വരും. ഈ 2ഉം ഈ 20 കട്ട് ചെയ്തിട്ട് 10 വരും. 10 കട്ടായി പോയി. 6 3 കട്ട് ചെയ്തിട്ട് 2 കിട്ടും. 9 2 18. ഇനി എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാനുണ്ടോ? ഇല്ല. 9 2 18 ആണോ ആൻസർ? ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാമേ. അതായത് 36 into 6 10. 200 into 3 into 2 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് 10 men ഉണ്ട്. എത്ര ദിവസമാണെന്ന് കണ്ടുപിടിക്കണം. 8 മണിക്കൂർ. 100 into 4 into 3. ഓക്കെ, 100 200 കട്ട് ചെയ്തോ 2 കിട്ടും. 2 കൂടെ ചേർന്ന് 4 കട്ടായി പോവും. ബാക്കി 3 കട്ടായി പോയി. ഓക്കെ, താഴത്തെ ഫുള്ള് കഴിഞ്ഞു. 8 10 കട്ടായി പോയി. 8 2 വരും. ഇവിടെ 9 36 വരും. ഇവിടെ 6ഉം 2 കൂടെ കട്ട് ചെയ്തിട്ട് 3 വരും. അപ്പോൾ പഴയ എന്തോ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, എനിക്കൊരു സംശയം തോന്നി. 9 3 27 ആണ് ആൻസർ എക്സിന്റെ വാല്യൂ. ഓക്കെ, സോ ആൻസർ എത്ര ഡേയ്സ് ആണ്? 27 days. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഒരു കോൺട്രാക്ടർ എത്ര ദിവസം കൊണ്ട്, നിങ്ങൾ തന്നെ വായിച്ച് ചെയ്തോ, എത്ര ദിവസം കൊണ്ട് വോള് കംപ്ലീറ്റ് ചെയ്യാനാണ് വിചാരിച്ചേക്കുന്നത്? 50 ദിവസം കൊണ്ട് വോള് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ് വെച്ചിരിക്കുന്നത്. അയാൾ 50 പേരെ എംപ്ലോയ് ചെയ്തു ഫോർ ദ സെയിം. അവർ ആഫ്റ്റർ 25 days he find that only 10% of the work is completed. 25 ദിവസത്തിന് ശേഷം 10% വർക്കേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഹൗ മെനി മോർ വർക്കേഴ്സ് നീഡ് ടു ബി എംപ്ലോയിഡ് ടു കംപ്ലീറ്റ് ദ വർക്കിംഗ് ടൈം? അതായത് അയാൾക്ക് 50 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. മൊത്തത്തിൽ 50 പേരെ എംപ്ലോയ് ചെയ്തു. അപ്പം M1 ഉണ്ട്, നമ്പർ ഓഫ് പീപ്പിൾ M1 ഉണ്ട്, D1 ഉണ്ട്, ഡേയ്സ് ഉണ്ട്, വർക്ക്. അപ്പം ഇതല്ലേ ഫോർമുല നമ്മുടെ. ഓക്കെ, അപ്പം 50 പേരെ എംപ്ലോയ് ചെയ്തു. അവർ 25 ദിവസം വർക്ക് ചെയ്തപ്പോൾ 10% വർക്കല്ലേ കംപ്ലീറ്റ് ആയുള്ളൂ. ഓക്കെ, 25 ദിവസം വർക്ക് ചെയ്തു, 10% വർക്ക് കംപ്ലീറ്റ് ആയി. ഇതല്ലേ സ്റ്റാൻഡേർഡ്, നമുക്ക് അറിയാൻ പറ്റുന്ന ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇതാണ്. 50 പേര് 25 ദിവസം വർക്ക് ചെയ്തപ്പോൾ 10% വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി എക്സ് ആൾക്കാർ വേണ്ടേ? മൊത്തത്തിൽ എക്സ് ആൾക്കാർ വേണം. ഓക്കെ, മൊത്തത്തിൽ എക്സ് ആൾക്കാർ വേണം. എത്ര? ഇതിന്റെ ഓപ്ഷൻസ് തെറ്റാണ് കേട്ടോ. ഓപ്ഷൻസ് ഈ ക്വസ്റ്റ്യൻ്റെ തെറ്റാണ്. ഓക്കെ, എക്സ് ആൾക്കാർ ഇനി വേണം. അവര് എത്ര ദിവസം ഇനി വർക്ക് ചെയ്യാൻ പറ്റും? 25 ദിവസമല്ലേ വർക്ക് ചെയ്യാൻ പറ്റൂ. കാര്യം 50 ദിവസത്തിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. ഓക്കെ, 50 ദിവസത്തിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. ഇനി 25 ദിവസമേ വർക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ 90% ഓഫ് ദ വർക്ക് മസ്റ്റ് ബി കംപ്ലീറ്റഡ് എന്നാണ് പറയുന്നത്. ബാക്കി വർക്കെല്ലാം ഇനി ഇവർ ചെയ്ത് തീർക്കണ്ടേ? ഓക്കെ,
9 എന്ന് വരും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25 കട്ടായിപ്പോയി. സോ എക്സിൻ്റെ വാല്യൂ 95 45 450 പേര് വേണം മൊത്തത്തിൽ. അതായത് ഈ ഒരു 25 ദിവസം കഴിഞ്ഞാൽ അയാൾക്ക് 450 പേര് മൊത്തത്തിൽ വേണം. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്താ? ഹൗ മെനി മോർ വർക്കേഴ്സ് നീഡ് ടു ബി എംപ്ലോയിഡ് എന്നല്ലേ ചോദിക്കുന്നത്. എത്ര അധികം ആൾക്കാരെ എംപ്ലോയ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. 50 പേര് ഓൾറെഡി നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ. ഓൾറെഡി 50 പേര് വർക്ക് ചെയ്തപ്പോഴാണ് ഈ 10% വർക്ക് കംപ്ലീറ്റ് ആയത്. സോ 50 ആൾക്കാർ ഓൾറെഡി ഉണ്ട്. ഇനി എത്ര പേരുടെ എക്സ്ട്രാ വേണം? 400 പേരുടെ എക്സ്ട്രാ വേണ്ടേ? സോ ആൻസർ ഈസ് 400. ഇതിന്റെ ആൻസേഴ്സ് ഓപ്ഷൻസ് തെറ്റാണ്. നൺ ഓഫ് ദീസ് മാർക്ക് ചെയ്യാം. 400 എംപ്ലോയീസ് എക്സ്ട്രാ. 400 എംപ്ലോയീസ് മസ്റ്റ് ബി നീഡഡ്. മോർ വർക്കേഴ്സ് എത്രയാണ്? 400 ആണ്. ഓക്കെ, ഇതാണ് ടൈം ആൻഡ് വർക്കിന്റെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ ബേസിക് കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആവുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരുന്നത്. വലിയ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. പിന്നെ ഇതിനകത്ത് 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് നമ്മൾ പറഞ്ഞു. ഒന്ന് 1 by എടുത്ത് ചെയ്യേണ്ടതും 2 ഫോർമുല വെച്ചിട്ട് കമ്പയർ ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ഈ M1 D1 വെച്ചിട്ട്. അപ്പോൾ ആ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്തു. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസും സോൾവ് ആവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് സെക്ഷനിൽ പറയാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.